പോണോ? എന്നാ പോണ്ട. അങ്ങനെ പേടിക്കാനൊന്നുമില്ല മേലെ കയറി കഴിഞ്ഞാല്. അപ്പോൾ ഡേ 3 കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഫി ഷോപ്പിൻ്റെ ഞാൻ പറയാറില്ല, ഇവിടെ വന്നതിന് ശേഷം 3-4 ദിവസം അവിടെ തന്നെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടുന്ന് കോഫി കുടിച്ചിട്ട് ഐഫിൽ ടവർ കാണാൻ, അതായത് വെളിച്ചത്തിൽ കാണാൻ പോവാം. നമ്മൾ രാത്രിയിലാണ് കണ്ടത്, അപ്പോൾ വെളിച്ചത്തിൽ കാണാം. പിന്നെ അതിൻ്റെ മേലെ കയറാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കോഫി ഷോപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ വരും ഈ ഒരു കോഫി ഷോപ്പ്. അപ്പോൾ ആദ്യം ഇവിടെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഇവിടുന്ന് ഒരു കോഫിയോ വല്ല പേസ്ട്രീസ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാറ്. നല്ല ടേസ്റ്റിൽ ഒരു കോഫിയും, സ്ട്രോങ് അല്ല, ഒരു നോർമലിലെ ഒരു കോഫി കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോഫിയെല്ലാം കുടിക്കട്ടെ കേട്ടോ. കോഫിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ഈഫിൽ ടവർ കാണാൻ പോവാണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ആഗ്രഹമാണ് ഈഫിൽ ടവറിൻ്റെ മേലെ കയറാമെന്ന്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കയറാൻ നോക്കി, അന്ന് പറ്റിയില്ല. മക്കളെയും കൂട്ടി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പകുതിയായപ്പോൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഹസ്ബൻഡും മോളും താഴെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞാനും ബോയ്സും കൂടിയാണ് ഇതിൻ്റെ മേലെ കയറിയത് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് 3 തട്ടായിട്ടാണ്. ഫസ്റ്റ് അവർ കൊണ്ടുവന്നത് 2nd ഫ്ലോറിലാണ്, ദെൻ 3rd ഫ്ലോറിൽ, ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ 2nd ഫ്ലോറിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ 1st ഫ്ലോറിൽ ഇറങ്ങാം. 1st ഫ്ലോറിൽ ഫുള്ളും കഫേയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ നേരെ ടോപ്പിൽ നിന്ന് നേരെ താഴോട്ടേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഐഫിൽ ടവറിൻ്റെ മേലെ കയറാം കേട്ടോ. പോണോ? അപ്പോൾ 2nd മതിയോ? എനിക്കെന്തൊക്കെ ആവുമെന്നാ. നമ്മൾ ടോപ്പ് ഫ്ലോറിൽ പോകാൻ പോവാണ്. എക്സൈറ്റഡ് ആണ് ആക്കി. ഞാനും സ്കേഡാണ്. അങ്ങനെ നമ്മൾ കയറാൻ പോവാണ്. എത്ര? 72 യൂറോസ് അല്ലേ? 3 പേർക്കും കൂടി. ഒരാൾക്ക് എത്രയാണ്? 12 to 24 years is 18. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. കുറച്ച് പേടിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കേറിട്ടോ. സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് എത്തിയില്ല. അങ്ങനെ നമ്മൾ ഈ ഫ്ലോറിന്റെ മേലെ എത്താൻ പോവാണ്. ഏറ്റവും ടോപ്പിലും ഫ്ലോറിലെത്തി. Segunda planta y se cambiar para la tercera planta, por favor. സെക്കൻഡ് ഫ്ലോറിലെത്തി. പോവാ. ഓ മൈ ഗോഡ്, ഇതിന്റെ 2nd ഫ്ലോർ ആട്ടോ അത്. ഇനിയുണ്ട് മേലേക്ക് പോവാന്. ആമി ലുക്ക് മേലെ നോക്ക്. നീ പോണോ? എന്നാ പോണ്ട. പേടിയുണ്ടോ? ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാന്. ഇങ്ങനൊരു സംഭവം അല്ലേ? ശരിക്കും എന്തൊരു ഭംഗിയാ അതൊക്കെ. ചുറ്റി കാണട്ടെ, അതിന്റെ ചുറ്റും ഇങ്ങനെയാണ്.
പാരീസിന്റെ ഫുൾ ഭംഗി ഇതാ നോക്ക്. പോയ അന്ന് നല്ല മഴയും മഴ പ്ലസ് ഒരു ക്ലൗഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒരു മങ്ങലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ എഫിൽ ടവറിൻ്റെ ചുറ്റും ഇങ്ങനെ കമ്പി ഇതിനെ കൊണ്ട് ഫെൻസ് കെട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ച് സേഫ്റ്റിയാണ്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല മേലെ കയറി കഴിഞ്ഞാൽ. എന്നാലും നമ്മളിങ്ങനെ ഈ ഒരു എഫിൽ ടവറിൻ്റെ ഉള്ളിൽ കഫേ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ. ഭയങ്കര രസം തോന്നാം. ഇത് വിശ്വസിക്കോ സെക്കൻഡ് ഫ്ലോറിലാണെന്ന്, ഇത്രയും ഹൈറ്റിൽ. ഇനി നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് മേലോട്ടേക്ക് പോവാം. നീ ലെഫ്റ്റിൽ പോകണം മേലോട്ടേക്ക്. എന്നീ പോവാം മേലേക്ക്. അപ്പോൾ നമ്മളിനി അടുത്ത ലിഫ്റ്റിലോട്ടേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോഫിയൊക്കെ കുടിക്കാം. ടോയ്ലറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു സംഭവമാണ്, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതുണ്ട്, സ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് ഇറങ്ങി താഴേക്ക് പോവാം, മേലേക്കും കയറിയിട്ട് പോവാം. അതൊക്കെ കുറച്ച് പണിയായിരിക്കും, പക്ഷേ അതിൽ നല്ലത് ലിഫ്റ്റിൽ പോവാം മിണ്ടാതെ. അത് പോകുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ ഓ ഇത് നോക്ക്, ഇവിടെ നോക്ക്. അപ്പോൾ നമ്മളിത് സ്റ്റേഴ്സ് കയറാണ്. ഇനി ഇവിടുന്ന് വീണ്ടും ലിഫ്റ്റിൽ എടുത്തിട്ട് പോവാണ്. അതാണ് ലിഫ്റ്റ്. അവിടെ കാണുന്നതാട്ടോ ലിഫ്റ്റ്. അതിൽ പോകാം. ഫസ്റ്റ് വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങും. എന്നിട്ട് ഇവിടുന്ന് സൈഡ് ഫുള്ളും കാണും കേട്ടോ. ഇങ്ങനെ ഫുള്ള് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ബാക്കിലേ പോകണം. ഇതിൻ്റെ ക്യൂ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യൂവിലേക്ക് കയറാൻ പോവാം. എന്താ എത്താത്തത്? നല്ല പേടിയൊന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മേലെത്തി. ഇനി നമ്മളിതിൻ്റെ മേലെ കയറാൻ പോകട്ടോ. പേടിയില്ലാതല്ല, ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ഇങ്ങനെ കാണുമ്പോഴേ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. അപ്പോൾ എന്തായാലും നമ്മളിത് ഏറ്റവും മേലെ എത്തിട്ടോ. ഇതാണ് ഐഫിൾ ടവറിൻ്റെ മേലെ സംഭവം. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഐഫിൾ ടവർ ഉണ്ടാക്കിയത് ഇവരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഐഫിൾ ടവറിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഐഫിൾ ടവറിൻ്റെ ഏറ്റവും മേലെ കയറി അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആദ്യം കുറച്ച് പേടിയുണ്ടെങ്കിലും അപ്പോൾ നല്ല രസമുണ്ട്. ആ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ടേക്ക് വീഴുമ്പോഴാണ് കുറച്ച് പേടി ഉണ്ടായത്. പിന്നെ ശരിയാണ്. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാര്യമൊന്നുമില്ല. ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ കുറേ പാരീസ് മൊത്തം കാണും. താഴേക്ക് പോവാണ് കേട്ടോ, തിരിച്ചു പോവാണ്. അപ്പോൾ താഴേക്ക് പോകുന്ന ലിഫ്റ്റാണ് കേട്ടോ ഇത്. ലിഫ്റ്റ് കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പക്ഷേ വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി. ഞങ്ങൾ പിന്നെ ഇറങ്ങിയില്ല. ഞങ്ങൾ കുറേ നേരം മേലൊക്കെ നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ക്ഷീണമായി. പിന്നെ താഴെ രണ്ടാൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. കുറച്ച് പേടിച്ചെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് അല്ലേ. താഴെ എത്തിയതിന് ശേഷം നമ്മളൊരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാനുണ്ട്. പണ്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ നിന്ന് ഇതാ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി നെക്സ്റ്റ് പോകുന്നത് നോട്ട്ർ ഡാം കത്തീഡ്രൽ, പിന്നെ പാൻതിയോൺ കാണാനും. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞ് നാളെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഊബർ ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ വീണ്ടും ഞാൻ ഐഫിൽ ടവർ കണ്ടതും അതിൻ്റെ മേലെ കയറിയതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് ആ ലിഫ്റ്റ് ഇങ്ങനെ പൊന്തി മേലോട്ട് എത്തുന്നതൊക്കെ കുറേ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലേ അങ്ങനെ ആൾക്കാർ വന്നും പോയി പല പല സ്ഥലത്തുനിന്നും പല നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ഐഫിൽ ടവർ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാരീസിലെ ഫേമസ് കത്തീഡ്രൽ, നോട്ടർഡാം കത്തീഡ്രൽ. അപ്പം നമ്മളവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഇത് 2019 ഭയങ്കരമായിട്ട് ഫയർ വന്നിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഈ അടുത്താണ് തുറന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊരു സൊവീനിയർ വാങ്ങണം. സൊവീനിയർ ഓൾറെഡി നമ്മൾ പണ്ട് വാങ്ങിയതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു ഇതില്ല. പക്ഷെ എന്നാലും സൊവീനിയർ ഷോപ്പ് കണ്ടപ്പം ഒരാകാംക്ഷ. പിന്നെ ഇവിടുന്ന് ഒരു പാരീസ് എന്ന് എഴുതിയൊരു ബാഗ്, 2 ബാഗ് വാങ്ങിയിട്ടോ, ഒന്ന് അമീലേക്കും ഒന്ന് എനിക്കും വാങ്ങി. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് പാൻതിയോൺ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു മോണുമെൻ്റാണ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ബിൽഡിങ്സിൻ്റെ ഇതൊക്കെയാണ് കാണാനുള്ള ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് എങ്ങും തിരിച്ചു നോക്കിയാലും നമ്മൾ ഐഫിൽ ടവർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാലും അത് അങ്ങ് ദൂരെ കാണും. അതാണ് ഈ ഒരു സംഭവം കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നുന്നത്. എവിടുന്ന് നോക്കിയാലും അത് കാണും ഐഫിൽ ടവർ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പോകുന്നത് നമ്മളെ സ്വന്തം ടർക്കിഷ് കടയിലാണ്. അവർ നമ്മളെ സ്വന്തക്കാരെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. 3 ദിവസമായപ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ സ്വന്തക്കാരനായി. ഒരു അടിപൊളി ഫുഡൊക്കെ നമുക്ക് തന്നെ തന്ന്, ഹുമൂസും ചായയൊക്കെ ഫ്രീ ആയിട്ട് തന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ വേറെ ഫുഡൊന്നും നമ്മൾ ട്രൈ ചെയ്യാൻ പോയില്ല. കാരണം എന്താ പറയുക, ഇത് ഓൾറെഡി ടേസ്റ്റ് ഉണ്ട്. എന്താണ് ചിക്കനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ വേറെ വെറുതെ എന്തിനാണ് ഫ്ലോപ്പ് കഴിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഫ്ലോപ്പ് ആവാണ്ട് വെച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടിന് ഒരു 2 കുനാഫയും കൂടി ഓർഡർ ചെയ്ത്, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ടർക്കിഷ് ടീയും കൂടി കുടിച്ച് നമ്മൾ അവിടുന്ന് പിരിയാണ്. കാരണം പിറ്റേ ദിവസം ഇനി നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്തായാലും പാരീസ് ട്രിപ്പ് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. അപ്പം നാളെ പോകുന്ന വീഡിയോയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരീസിൻ്റെ ലാസ്റ്റത്തെ പാർട്ടായിട്ടോ. അപ്പോൾ നാളെ കാണാം.